ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ വീക്കിലെ കുറച്ച് കാര്യങ്ങൾ, അതായത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ബിഗ് ബോസ് പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ ചാനലിൽ കൂടെ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ സെയിം അഭിപ്രായമുള്ളവർ കാണും, ചിലപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവർ കാണും. നോ പ്രോബ്ലം, നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റാണ്. സോ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. അതിലൊരു വിഷമമൊന്നും വിചാരിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു വീക്കിൽ നമുക്കറിയായിരിക്കും, ബിഗ് ബോസ് കാണുന്നുള്ളവർക്ക് അറിയായിരിക്കും, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ 2 ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടാസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റിയിട്ടും പറയാനുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ വീക്കിൽ എവിക്റ്റായി പോയിട്ടുള്ള 2 പേരാണ് ഷൈറ്റിയും അപ്പാനി ശരത്ത്. അപ്പോൾ അപ്പാനി ശരത്ത് പോയതിന് ശേഷം പെട്ടെന്നൊരു ഗ്രോത്ത് അല്ലെങ്കിൽ പെട്ടെന്നൊരു പോസിറ്റീവ് സൈഡ് നമ്മുടെ അക്ബറിന് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നിങ്ങൾ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും ബിഗ് ബോസിൻ്റെ. അതിലെല്ലാം അക്ബറിന് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കമൻസാണ്. ജസ്റ്റ് ഒരു കഴിഞ്ഞ വീക്കിലെ കമൻസ് എടുത്ത് നോക്ക്, എല്ലാം പക്കാ നെഗറ്റീവാണ്. അക്ബറിന് മെജോറിറ്റി കമൻസും എതിരെയാണ്. അതായത് അപ്പാനി ശരത്തും അക്ബറും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് അക്ബറിന് ഭയങ്കര ഫാൻസും സപ്പോർട്ടും ഒക്കെ വരുന്നുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്ത് അനീതി കാണിച്ചാലും അക്ബർ ഇനി എന്ത് ചെയ്താലും കുറേ ആൾക്കാർ ഈ വീക്കിലും ഇതുപോലെ കമൻസ് ഇടുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് അനുമോൾക്കാണ് PR, അനുമോൾക്കാണ് പുറത്ത് പൈസ കൊടുത്ത് സപ്പോർട്ടുള്ളത്. ബട്ട് എനിക്കിപ്പോൾ ഈ വീക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, അക്ബറിനാണോ PR സപ്പോർട്ടുള്ളതെന്ന് എനിക്ക് സംശയം വന്നു. കാരണം ഇത്രയും വീക്ക് അക്ബർ വോട്ടിങ്ങിലായാലും വളരെ താഴെ നിന്നൊരാളാണ്. അതായത് ഒരു 5-6 സ്ഥാനത്ത് നിന്നൊരാൾ പെട്ടെന്ന് 3-ാം സ്ഥാനത്തെത്തുന്നു, പെട്ടെന്ന് 4-ാം സ്ഥാനത്തെത്തുന്നു, പെട്ടെന്ന് വോട്ട് കിട്ടുന്നു. അപ്പം ഇതിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇതുവരെ ആൾക്കൊരു സപ്പോർട്ടുമില്ല. ഇനി ചിലപ്പോൾ അപ്പാനി ശരത്തിൻ്റെ ആ ഒരു ഫാൻ ഗ്രൂപ്പാണോ ഇപ്പോൾ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും അക്ബറിനെക്കാട്ടിലും ഇത്രയും വോട്ട് എങ്ങനെ വന്നു എന്നുള്ള കാര്യവും ഇത്രയും കമൻസ് ഇത് ആരാണ് പോസിറ്റീവ് കമൻസ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് മാത്രം നന്മ ചെയ്തിട്ടുമില്ല അക്ബർ ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോഴും ആളുടെ ആ ഒരു ഗെയിം അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പെട്ടെന്നൊരു പോസിറ്റീവ് വശം വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്പാനി ശരത്ത് പോയതിന് ശേഷം മസ്താനി ഒരു ഗസ്റ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് വന്നതിന് ശേഷമാണ് പെട്ടെന്ന് അക്ബറിനെ അത് വെച്ച് മുതലെടുത്ത്, ആ ഒരു വിഷയം വെച്ച് മുതലെടുത്ത് അക്ബറിനെ അങ്ങ് പൊക്കി കയറ്റിയിട്ടുണ്ട്. കുറേ പേര് റീൽസ് ചെയ്തേക്കുന്ന മസ്താനി ഇങ്ങനെ പോയിന്ന് പറഞ്ഞ്, അപ്പാനി ശരത്ത് പോയിന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചതിൻ്റെ ബേസിസിൽ അക്ബർ വിഷമിച്ചിരിക്കുന്നതും രൗദ്രഭാവത്തിൽ മസ്താനിയെ നോക്കുന്നതും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് മാസ് BGM ഒക്കെ കയറ്റി വെച്ച് ഭയങ്കരപ്പെട്ട റീൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്, പിന്നെ അവിടെ എന്തിനാണ് വന്നത്? കുടുംബം ഉണ്ടാക്കാനാണോ? ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നതേ നമ്മൾ ഒരാളെ വീതം ഡൗൺ ചെയ്ത് നമ്മൾ അപ്പാവുന്നതാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. അല്ലാതെ തുടക്കം മുതൽ ഒടുക്കം വരെയും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി പോലെ ജീവിക്കാനല്ല നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകുന്നത്. ഇപ്പോൾ അക്ബർ ആയാലും ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടാവും, സ്വസ്ഥതയായി എന്നായിരിക്കും ചിലപ്പോൾ അക്ബർ ഉള്ളിൽ ചിന്തിക്കുന്നത്. കാരണം ഒരു എതിരാളി അല്ലെങ്കിൽ കൂടെ മത്സരിക്കുന്ന ഒരു ഫ്രണ്ടാണ്. ചിലപ്പോൾ ആൾക്കെതിരായിട്ട് പ്രവർത്തിക്കേണ്ട സമയം വരും. ആ സമയം ആവുന്നതിന് മുമ്പ് അപ്പാനി ഔട്ടായത് ചിലപ്പോൾ അക്ബറിനൊരു മെൻ്റലി സ്ട്രോങ് ആവാനായിരിക്കും ഒരിത് കൊടുത്തിട്ടുള്ളത്. അത് എല്ലാം വ്യത്യാസമാണ്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന പോലെ, പുറത്തെ വ്യൂവേഴ്സ് ചിന്തിക്കും പോലെ അല്ല അവിടെയുള്ള മത്സരാർത്ഥികൾ ചിന്തിക്കുക. അവർ ചിലപ്പോൾ ഹാപ്പി ആവുകയായിരിക്കും ചെയ്യുന്നത്. അത് മസ്താനി പുറത്ത് കാണിച്ചു, അത്രയേ ഉള്ളൂ. മസ്താനിക്കെതിരെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പോൾ ചെയ്തപ്പോൾ തന്നെ മസ്താനിയെ പറയാനൊന്നുമില്ല. മസ്താനി കളിക്കുന്നതാണ് ഗെയിം. പുറത്തുള്ള കാര്യം അകത്ത് പറഞ്ഞു നോക്കിയാൽ തെറ്റ് തന്നെയാണ്. പക്ഷെ അല്ലാതെ ഒരാൾ ഔട്ടാകുമ്പോൾ സന്തോഷിക്കുന്നത് അവരുടെ ഗെയിമാണത്. നമ്മൾ ബാക്കിയെല്ലാം ഗെയിം എന്ന് പറയുന്നുണ്ടല്ലോ. ആൾ ചീത്ത വിളിച്ചിട്ടില്ല, മോശമായ ഒരു പ്രയോഗവും പ്രയോഗിച്ചിട്ടില്ല.
അവിടെ എത്രയോ പേര് ചീത്ത വിളിക്കുന്നു, അത് തെറ്റല്ലേ? അതിനെക്കാട്ടിലും നല്ലതല്ലേ ഇങ്ങനെ പ്രതികരിച്ചത്? എനിക്കെന്തോ മസ്താനി ചെയ്ത ഒരു പ്രവൃത്തിയോട് എനിക്ക് യോജിപ്പേ തോന്നിയിട്ടുള്ളൂ. കാരണം അപ്പാനി ശരത്ത് അവിടെ നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ആളാണ്. കാരണം ആദ്യം തൊട്ടേ ഗ്രൂപ്പിസം പിടിച്ച് ഒരാളെ കുറ്റവും പറഞ്ഞ് ഒരറ്റത്ത് കയറി ഇരുന്നിട്ട് ഒരു ലീഡറായിട്ട് ഇങ്ങനെ ഇരുന്നത് മാത്രമാണ് അയാൾ ചെയ്തത്. പിന്നെ ക്യാപ്റ്റൻസി കിട്ടാനുള്ള റീസൺ എന്താണ്? ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്തത് തന്നെ അവരുടെ ഗ്രൂപ്പ് മാത്രമാണ്, അല്ലാതെ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തെടുത്ത ആളല്ല. മെജോറിറ്റി ഇവരുടെ ഗ്രൂപ്പാണ് നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ അവസരം കിട്ടി. അവിടെ എത്രയോ പേര് അവസരം കിട്ടാതിരിപ്പുണ്ട്. അതൊക്കെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഗ്രൂപ്പിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ടായിരുന്നു അപ്പാനി ശരത്ത് തുടക്കം തൊട്ടേ ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ, അതായത് അക്ബർ ആയാലും ആര്യനായാലും ഇവരെല്ലാവർക്കും നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ. ഇപ്പോൾ അവർക്ക് ഒരു പോസിറ്റീവ് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലായിരിക്കും ചിലപ്പോൾ അക്ബറിന് ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടുന്നത്. അതെനിക്കറിയില്ല. ബട്ട് എന്തോ വ്യൂവേഴ്സിന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരാഴ്ചത്തെ ടാസ്കിനെ പറ്റി, അതായത് വീക്ക്ലി ടാസ്കിനെ പറ്റിയിട്ടാണ്. ഒരു ടാസ്കിനെ കുളമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ആഴ്ചത്തെ ടാസ്ക് കൊടുത്തേക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കര ഫേവറിസമുള്ള ഒരു ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അക്ബർ എന്ത് തെറ്റ് ചെയ്താലും അവിടെ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലായാലും അക്ബർ ചെയ്യുന്ന തെറ്റ് ആദ്യം ഏതോ ഒരു വീക്കിൽ മാത്രം കുറച്ച് വഴക്കൊക്കെ കൊടുത്തു, ഫാമിലിയെ വിട്ട് വിളിപ്പിച്ചു, പാലാണേ തേനാണേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹവും. അതിനുശേഷം കുറേ വഴക്കം കൊടുത്തതിന് ശേഷം ഉമ്മേനെ വിളിച്ചപ്പോൾ തന്നെ അക്ബർ അവിടെ ഏകദേശം അക്ബറിന് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, എന്താണ് പുറത്ത് നടക്കുന്നതെന്നുള്ളൊരു ബേസ് മനസ്സിലായി. പിന്നെ ആളത് വെച്ച് കയറുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഹിൻഡ് കൊടുത്താണ് അക്ബറിന്, ലാലേട്ടനായാലും അതിൽ ബിഗ് ബോസ് ആയാലും ഒരു ഹിൻഡ് കൊടുക്കുന്നുണ്ട് സൈഡിൽ കൂടെ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് അവിടെ വരുമ്പോഴൊരു ഹിൻഡ് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആൾ അതിൽ പിടിച്ച് നിൽക്കുവാണ്. ആൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ അഖിൽമാരാർ കളിക്കാൻ കുറേ നോക്കിയിട്ടുണ്ടെങ്കിലും കൂടെ ഉള്ള ഒരാൾ ഔട്ടായപ്പോൾ ആൾ കുറച്ച് ഡൗണായി. ബട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു വീക്കിൽ ആൾ അഴിഞ്ഞാട്ടമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ടാസ്കിനെ പറ്റി പറയുകയാണെങ്കിലും അക്ബർ ആ ടാസ്ക് കുളമാക്കി. ചിലപ്പോൾ ആളുടെ ലൂപ്പ് ഹോൾ ഒക്കെ വച്ച് ചിലപ്പോൾ ചെയ്ത കാര്യമായിരിക്കും ചിലപ്പോൾ കുളമാക്കിയത്. ബട്ട് കുറേ സാധനങ്ങൾ ആൾ നശിപ്പിച്ച്, അല്ലെങ്കിൽ ആ ടാസ്ക് നടന്നപ്പം കുളമാക്കി എന്നല്ല പറയാനുള്ളത്, ആ ഒരു ടാസ്കിലെ സാധനങ്ങൾ, അവിടെ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നശിപ്പിച്ച്, പ്രോപ്പർട്ടി എല്ലാം നശിപ്പിച്ച്, എന്നിട്ട് ബിഗ് ബോസ് വിളിച്ചിട്ട് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് മുറിവ് കെട്ടാനാണ് നിൽക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ പ്രോപ്പർട്ടീസ് നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല എന്നോ ഒരു വാണിങ്ങും കൊടുത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സൈഡ് വലിവ് നടത്തിയത്? ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നു ആ ഒരു പൊസിഷൻ, അതായത് ഇപ്പോൾ ജിഷിനാണ് ചെയ്തിരുന്നെങ്കിലോ, അവിടെ വേറെ ഷാനവാസ് ആണെങ്കിലോ അല്ലെങ്കിൽ നൂറയാണെങ്കിലോ അവർക്കെതിരെ കുറിച്ച് സംസാരിച്ചേനെ. അപ്പോൾ ഇതൊക്കെ ഒരു അന്യായമായ കാര്യമല്ലേ? അതുപോലെ കഴിഞ്ഞ വീക്കിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ വീക്കിൽ ജിഷിനും അതായത് വൈൽഡ് കാർഡ്സിനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, തുണിയും പണിയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ടാസ്കിൽ തുണി ഇങ്ങനെ എന്തോ സാധനം പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ ജിഷിൻ്റെ സാധനമാണ്. അപ്പോൾ ജിഷിൻ്റെ സാധനം എടുത്ത് അക്ബർ ദൂരെ എറിയുന്നുണ്ട്. അപ്പോൾ ജിഷിൻ ഭയങ്കരമായിട്ട് തിരിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ആ ഒരു സമയം ആ ഒരു കാര്യം വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. കാരണം മറ്റൊരാളുടെ വസ്തു എടുത്ത് ഒരു ക്യാപ്റ്റനല്ല, അവിടുത്തെ ഒരു കണ്ടസ്റ്റൻ്റ് മാത്രമാണ്, ക്യാപ്റ്റന് പോലും ഇല്ലാത്ത പവർ അക്ബർ അവിടെ കാണിച്ചു. ഒരു ഗുണ്ടയെ പോലെ ആ സാധനം എടുത്ത് ഒരു ദൂരെ ഒരു എറിയാണ്. അങ്ങനെ എറിയുന്നത് നല്ല കാര്യമാണോ? അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ലാലേട്ടൻ ചെറിയൊരു രീതി, അതിനെപ്പറ്റി അക്ബറിനോടൊന്നും ചോദിക്കുന്നില്ല. അല്ലാതെ ജിഷിന് സമ്മാനമായിട്ട് ഒപ്പിട്ട ഡ്രസ്സ് കൊടുത്തു. അതിലെന്താണ് കാര്യം? അതിനെതിരെ അക്ബറിനെതിരെ സംസാരിച്ചോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ സംസാരിക്കുന്നത് എതിരായിട്ട്? അങ്ങനെ ഒരു മോശം പ്രവൃത്തി ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചെയ്തോ? അതേ ആ സമയത്ത് അനുമോളോട് കുറേ കയർക്കാൻ മാത്രമേ ലാലേട്ടൻ അവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു കാര്യമൊക്കെ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസിന് ഒരുപോലെ ആയിരിക്കണം. കുറച്ച് കണ്ടസ്റ്റൻസിനെ ഫേവർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിസേലായാലും അക്ബർ ആയാലും ആര്യനായാലും ഇവർക്കൊക്കെ കുറച്ച് കൺസെഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, മുൻപ് ഒനിയലിനെ പച്ചക്കറി അക്ബർ വിളിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിലായിരുന്ന സമയത്ത്. അക്ബറൊക്കെ കിച്ചണിലായിരുന്ന സമയത്ത് ഒനിയലിനെ ഒരു നല്ല തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ തെറി വിളിച്ചതിനെ പറ്റിയിട്ട് എന്തെങ്കിലും
എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഷാനവാസും അക്ബറും തമ്മിൽ ഭയങ്കര ഫൈറ്റുകൾ നടന്നിട്ടുണ്ട്. ആ സമയത്ത് അക്ബർ അനാവശ്യമായിട്ട് വഴക്കുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും രണ്ടുപേരെയും വഴക്ക് പറയുന്നതല്ലാതെ അക്ബറിന് ഇങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കുന്ന എന്തിനാണ്, ഇങ്ങനെ വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അക്ബറിന് ഭയങ്കര കൺസെഷൻസ് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാരെയും മാനസികമായിട്ട് വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആളെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നതല്ല. ഇത് ബിഗ് ബോസിന് ഉള്ളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, പുറത്തെ കാര്യമോ ഒന്ന് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതൊന്നും അല്ല. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ആൾക്ക് ഒരു കുഴപ്പമില്ല, ആൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുമുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് മെയിനായിട്ടും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ PR ഉള്ളത് അനുമോൾക്കല്ല അക്ബറിനാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യാനുള്ളത്. കാരണം അത്രയ്ക്കും PR കമൻസാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഒന്നും അക്ബറിനെ പൊക്കി പറയാൻ അതിന് മാത്രം ഒന്നും അക്ബർ അവിടെ ചെയ്തിട്ടില്ല. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അനീഷ്. സർക്കസിൻ്റെ ആ ഒരു ടാസ്കിൽ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിസേൽ, ആര്യൻ ഇവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ടാസ്ക് കുളമാക്കാതെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അക്ബറാണെങ്കിലോ ആ ടാസ്ക് കുളമാക്കി കൈ തന്നു എന്ന് പറയാം. ഇങ്ങനെയാണ് എല്ലാ ടാസ്കിനെയും നേരിടാൻ പോകുന്നതെങ്കിൽ എല്ലാ ടാസ്കും കുളമാക്കും. അവസാനം ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ടാസ്ക് എന്ന് പറയുന്ന മര്യാദയ്ക്ക് ചെയ്താൽ നന്നായിട്ടത് ടാസ്ക് പൂർത്തീകരിക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ഇവരുടെ എന്തൊക്കെയോ ചിന്തകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ അങ്ങനെ നടക്കും, അങ്ങനെ ആയാൽ ഇങ്ങനെ നടക്കും, അങ്ങനെ ഓരോരോ ചിന്തകളിലൂടെയാണ് ഈ ഒരു ടാസ്കിനെ അവർ കുളമാക്കിയത്. എന്തായാലും നമുക്കിനി വരുന്ന വഴി കാണാം എന്തൊക്കെയാണ്. ബ്ലാക്ക് കോയിൻസും ഗോൾഡ് കോയിൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നൂറ. അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നില്ല, അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നെ ഓരോന്നിനെയും പറ്റി ഇങ്ങനെ ചെയ്യാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഇങ്ങനെ കാണുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഒപ്പീനിയൻ ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, അത് കാര്യമാക്കുന്നില്ല. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റിയാണ്, അതുപോലെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് പല ആൾക്കാരായിരിക്കും. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കണ്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമുക്ക് ഇപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കാര്യം പറയുകയാണെങ്കിൽ ഒരു സമയത്ത് തോന്നും ഇവർ ശരിയാണ്, വേറൊരു സമയത്ത് തോന്നും അവർ ശരിയാണ്. അങ്ങനെ മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസ് കണ്ടാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം നമുക്ക് ചില സമയത്ത് ഇങ്ങനെ കാണണ്ടെന്നൊക്കെ തോന്നും കേട്ടോ. കാരണം ടാസ്കുകളും മെൻ്റൽ ഗെയിമല്ലേ. ഇപ്പം നമ്മൾ മെൻ്റലി അതിൻ്റെ ഉള്ളിലായ പോലെ ഫീൽ ചെയ്യും, ഒരു ലൂപ്പിനുള്ളിൽ ആയ പോലെ ഫീൽ ചെയ്യും. അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തും. എന്നിട്ട് പിന്നെ ടാസ്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണും കേട്ടോ. അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് ലൈവ് കാണുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ക്ലിപ്പായിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഫുള്ള് കാണും. ടെലികാസ്റ്റ് ഞാൻ കാണാറില്ല, ഞാൻ ലൈവാണ് കാണുന്നത് കേട്ടോ. ടെലികാസ്റ്റ് കാണുന്നത് സാറ്റർഡേയും സൺഡേയും മാത്രമേ കാണുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ലൈവാണ് കാണുന്നത്. മിക്കവാറും എല്ലാം കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഫ്രം ദ ഫസ്റ്റ് ടു ഇപ്പോൾ വരെ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ ഫീലിങ്സ് ഇങ്ങനെയാണോ അല്ലയോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. PR കമൻസ് ഒന്നും ഇവിടെ അലോ ചെയ്യുന്നില്ല. PR വന്നിട്ട് മറ്റേതാണ് മറിച്ചതാണ്, കുറേ അനുമോളുടെ ആയാലും അക്ബറിൻ്റെ ആയാലും ആരായാലും ഇവിടെ PR കമൻസ് വേണ്ട. നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള കമൻസ് ഇടുക. നിങ്ങൾക്ക് പേഴ്സണലി എന്താണ് ഫീൽ ചെയ്തതെന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.